എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ കമ്പനിയിലേക്ക് ഇറക്കിയിരിക്കുന്ന പണം തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് ഈ യാചന എന്ന് പറയുന്നു. ഇത് അവസാനത്തെ യാചനയാണെന്നാണ് പറയുന്നത്. എന്തായാലും അടുത്ത ആഴ്ച പുതിയ പാക്കറ്റ് വരുമായിട്ട് വരും, അതിലൊന്നും ഒരു സംശയവുമില്ല. ഇത് അവസാനത്തെ യാചനയൊന്നുമല്ല, ഇനി എത്ര യാചനകൾ കിടക്കുന്നു. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ പറഞ്ഞു, നമ്മൾ ഈ ലീഡർമാരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൽഹിയിലെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ലീഡർമാരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഇവരുടെ മാത്രം സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കേസാണ് ഡൽഹിയിൽ നടക്കുന്ന കേസ് എന്ന് പറയുന്നത്. ഇവരുടെ പിടിച്ചെടുത്ത 212 കോടി രൂപ അത് പെർമനന്റ് അറ്റാച്ച്മെന്റ് ആയി. അത് ഇപ്പോൾ അപ്പീലേറ്റ് അതോറിറ്റിയുടെ അത് എന്താണ് ട്രിബ്യൂണലിന്റെ മുന്നിലേക്കാണ് അതുള്ളത്. അപ്പീലേറ്റ് അതോറിറ്റി